കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രമേഖലയിലും മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾ തകർത്ത് അമേരിക്ക. ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഇരു സമുദ്രമേഖലകളിലും അമേരിക്ക നടത്തിയ മയക്കുമരുന്ന് വിരുദ്ധ സൈനിക നടപടിയിൽ 135ഓളം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നു. ഐസൺ, സമുദ്രമേഖലയിൽ അമേരിക്ക ലഹരിവേട്ട തുടരുകയാണ്. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇരു സമുദ്രമേഖലകളിലും അമേരിക്ക നടത്തിയ മയക്കുമരുന്ന് വിരുദ്ധ സൈനിക നടപടിയിൽ 135ഓളം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച ഉണ്ടായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പ്രകാരം 11 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 3 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. കരീബിയൻ കടലിലും അതുപോലെ തന്നെ കിഴക്കൻ പസഫിക് സമുദ്രത്തിലുമാണ് കൃത്യമായ ആക്രമണം അമേരിക്ക നടത്തിയത്. ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേർ വീതമുണ്ടായിരുന്ന കിഴക്കൻ പസഫിക്കിലെ കപ്പലുകൾ ആക്രമിക്കുകയും 4 പേരിലും 8 പേർ മരിക്കുകയും കരീബിയൻ കടലിലെ ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 കപ്പലുകളും തകർത്തിട്ടുണ്ട്. നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു ആക്രമണം കരീബിയൻ കടലിലും അതുപോലെ തന്നെ കിഴക്കൻ പസഫിക്കിലും എല്ലാം തന്നെ അമേരിക്ക നടത്തുന്നുണ്ട്. അത് മയക്കുമരുന്ന് കടത്ത് വൻതോതിൽ നടക്കുന്നൊരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, നിരവധിയായ ഇത്തരത്തിലുള്ള കപ്പലുകൾ കൃത്യമായി വെനസ്വേലയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വന്നത് കൃത്യമായി ആക്രമിക്കുകയും തകർക്കുകയും ചെയ്യുന്നൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകളെ അടിയന്തരമായി പിടികൂടി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾ അവിടെ തുടങ്ങിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ മുതൽ ഇപ്പോൾ ഏതാണ്ട് 135-ലേറെ പേർ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 135 എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു കണക്ക് തന്നെ അവർ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക്കിലും അതിശക്തമായ മയക്കുമരുന്ന് വിരുദ്ധ വേട്ട US തുടരുകയാണ് എന്നാണ് ഈ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൽ, സമുദ്രമേഖലകളിൽ ലഹരിവേട്ട തുടരുകയാണ് അമേരിക്ക. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ 135ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.